കരിമ്പുഴ പഞ്ചായത്ത് 10-ാം വാർഡിലെ അഞ്ചുവരമ്പ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബിജെപി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി സിപിഐഎമ്മും വാർഡ് മെമ്പറും. ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സിപിഐഎമ്മിന്റെ വിശദീകരണം. കഴിഞ്ഞ 30 വർഷത്തിലധികമായി നടക്കാതിരുന്ന വലിയ വികസനമാണ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് വാർഡിൽ നടപ്പാക്കിയതെന്ന് സിപിഐഎം നേതാക്കൾ, വാർഡ് മെമ്പർ രുക്മിണി എന്നിവർ അറിയിച്ചു. ദീർഘകാലം കോൺഗ്രസ് ഭരിച്ചിരുന്ന വാർഡ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് സിപിഎം പിടിച്ചെടുത്തത്. തുടർന്ന് ഇങ്ങോട്ട് 4.5 വർഷത്തിനിടെ 1.60 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടപ്പാക്കിയെന്നും ചില പദ്ധതികൾ നടപ്പാക്കാനുള്ള ഘട്ടത്തിലാണെന്നും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. ഒരു രാഷ്ട്രീയമായ ആക്ഷേപം എന്നാണ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ജനങ്ങളോട് തന്നെ, അവിടെയുള്ള പ്രദേശവാസികളോട് തന്നെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഈ ഭാഗത്തു കൂടെ റോഡ് ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്രയും 10ഉം 15ഉം 2 നില വീടുകളൊക്കെ അവിടെ കയറ്റിയപ്പോൾ ഒക്കെ ഈ വലിയ വലിയ വണ്ടികൾ അടക്കം വന്നത് ആ റോഡ് കൂടെയാണ്, ഈ കരുവാറക്കാട് റോഡ് കൂടെയാണ്. അപ്പോൾ ആ റോഡ് കൂടെ വണ്ടി വരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വരുവെള്ളം വന്നിട്ട് കുറച്ച് ചാലായിട്ടുണ്ട്, അവിടെ കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ചെയ്യാത്തതുണ്ട് എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരാക്ഷേപമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പേഴ്സണലായിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവഹേളിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മളുടെ വികസന പ്രവർത്തനങ്ങളിൽ അതൊരു അവഹേളനമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഈ 5 വരമ്പ് റോഡ് എന്ന് പറയുന്നത് ഒരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ ഒരു റോഡാക്കി 7 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അതിന് ഒരുപാട് ബുദ്ധിമുട്ടിയുണ്ട്. റവന്യൂവിലടക്കം നമ്മൾ പേപ്പറൊക്കെ കൊടുത്ത് എന്നിട്ടാണ് ഇത് കൂടെ ഈ റോഡ് വന്നത്. അപ്പോൾ 7 സെൻറ്റ് സ്ഥലവും വിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ MLA അതിനൊരു ഫണ്ടും വെച്ചു. വീണ്ടും പഞ്ചായത്തിൻ്റെ, ഞാൻ വന്ന ആദ്യം തന്നെ NRGSൻ്റെ ഫണ്ട് 5 ലക്ഷം രൂപ വെച്ചിട്ട് ഇവിടെ വരെ അവർക്ക് അത് കോൺക്രീറ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അങ്ങനെ വികസനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു MLA ഫണ്ട് 1 കോടി രൂപയുടെ MLA ഫണ്ട് ഈ 10-ാം വാർഡിലേക്ക് മാത്രം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 30 ലക്ഷം, 11 ലക്ഷം, ജില്ലാ പഞ്ചായത്തിൻ്റെ 30 ലക്ഷം എന്നുള്ള രീതിയിൽ എല്ലാ ത്രിതല പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളും 10-ാം വാർഡിലേക്ക് വളരെ കൃത്യമായി തന്നെ വരികയും അത് നന്നായി തന്നെ LDF എന്നുള്ള രീതിയിൽ ആലോചനയോടുകൂടി, ഞങ്ങൾ പാർട്ടിയുടെ ആലോചനയോടുകൂടി വളരെ വ്യക്തമായി ഓരോ ഭാഗത്തേക്കും വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ രീതികൾ നമ്മൾ ഇനിയും എന്തായാലും തുടരുക തന്നെ ചെയ്യും. ഒരു വരമ്പ് മാത്രമായിരുന്ന 5 വരമ്പ് റോഡ് സ്വന്തം സ്ഥലത്ത് നിന്ന് 7 സെന്റ് സ്ഥലം നൽകിയാണ് ഈ നിലയിലാക്കിയതെന്ന് വാർഡ് മെമ്പർ വ്യക്തമാക്കി. പ്രദേശവാസികൾക്ക് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി കരുവരക്കാട് കുരിശുപള്ളി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. പ്രദേശവാസികളോട് താൻ സംസാരിച്ചിരുന്നു. അവർക്കൊന്നും റോഡ് വിഷയത്തിൽ BJP ഉന്നയിച്ച ആരോപണങ്ങൾ ഇല്ല. കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള BJPയുടെ രാഷ്ട്രീയ പ്രേരിത ആരോപണമാണിതെന്നും CPIM നേതാക്കൾ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടി BJPക്കാർ നടത്തിയ ഒരു രാഷ്ട്രീയ നാടകമാണ് ഇവിടെ ഉണ്ടായ വീഡിയോ. കാരണം 35 വർഷത്തോളമായി ഈ പ്രദേശത്ത് വികസനം എന്തെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു 5 വർഷം മുൻപേ വന്ന ആളുകൾ ഇപ്പോൾ വന്നത് 10-ാം വാർഡാണോ പഴയ നാടാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ വികസനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഭരണസമിതിയുടെ സമയത്ത് എന്താ വെച്ചാൽ ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിരുന്ന അപേക്ഷകൾ, പഞ്ചായത്തിൽ രസീത് വാങ്ങിയ അപേക്ഷകൾ തുമ്പക്കണ്ണി ചായക്കടയിൽ കട്ടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അങ്ങനത്തെ ഒരു സമീപം ഉണ്ടായിരുന്നു. ഇപ്പോൾ തികച്ചും ഇവിടുത്തെ CPMന് ഇടതുപക്ഷത്തിന് ഉറച്ചു പറയാൻ കഴിയും, ഈ 4.5 വർഷക്കാലം ഒരു ആനുകൂല്യമെങ്കിലും കിട്ടാത്ത ഒരു വീടും 10-ാം വാർഡിൽ ഉണ്ടാവില്ല എന്ന് തർപ്പിച്ച് പറയാൻ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന ഈ പാർട്ടിക്കും മെമ്പർക്കും തർപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് അഭിപ്രായം. CCN കടമ്പഴിപ്പുറം.